കേരള PSCയുടെ പുതിയ യോഗ തീരുമാനം വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ള തീരുമാനം PSC യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ PSC യോഗ നടന്നത് 10/8/2026 അതായത് ഇന്നലെ നടന്ന യോഗ തീരുമാനമാണ്. ആ യോഗ തീരുമാനത്തിൽ 26 ഓഗസ്റ്റ് 2026 ഓഗസ്റ്റ് 10 നടന്ന കമ്മീഷന്റെ തീരുമാനത്തിൽ താഴെ പറയുന്ന തസ്തികകളിലെ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കുറെ പോസ്റ്റുകളുണ്ട്. നമുക്ക് ജനറൽ ആയിട്ടുള്ള പോസ്റ്റുകൾ കുറവാണ്. പിന്നീട് പറയുന്നത് നമ്മുടെ ചുരുക്ക പട്ടികയുടെ കാര്യമാണ്. ദാ ഇവിടെ കിടക്കുന്നുണ്ടോ, താഴെ പറയുന്ന തസ്തികയിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്ന പരീക്ഷകളുടേതാണ് ഇപ്പൊ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തിക 454/2025 അസിസ്റ്റന്റ് തസ്തികയുടെ ഡേറ്റ്, എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എക്സാമിനേഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ഇപ്പൊ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് 269/2025, കേരള പോലീസ് സർവീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID എന്ന് പറയുന്ന പോസ്റ്റ്, ദെൻ കേരള നാഷണൽ സേവിംഗ്സ് സർവീസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ്സ് എന്ന് പറയുന്ന പോസ്റ്റ്, ദെൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് അതുകൊണ്ട്, ദെൻ അതേപോലെ തന്നെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റ്. ഇതിന്റെയൊക്കെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ ഡേറ്റുകൾ വന്നിട്ടുള്ളത്. എക്സൈസ് വകുപ്പിലേക്കുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ്, ദെൻ കേരള പോലീസ് സർവീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതേപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ദെൻ അതേപോലെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ്, അത് 2 കാറ്റഗറി നമ്പറുകൾ ഉണ്ട്, 382 383. അതായത് KSFE KSRTC ഒക്കെ ഉണ്ട്, KSFE KCB ഒക്കെ ഉള്ള ഒരു ഷോർട്ട് ലിസ്റ്റും, അതേപോലെ തന്നെ KSRTC ഉൾപ്പെടെയുള്ള ഗ്രേഡ് 2 വരുന്ന കമ്പനികൾ കോർപ്പറേഷനുകളുടെ എല്ലാം കൂടെ ഒരു ഷോർട്ട് ലിസ്റ്റും. ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന ഷോർട്ട് ലിസ്റ്റുകൾ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ, മെയിൻസ് പരീക്ഷയ്ക്ക് ആരൊക്കെയാണ് യോഗ്യത നേടുക എന്നുള്ള പ്രിലിംസിന്റെ ലിസ്റ്റ് വരാനായിട്ട് പോവുകയാണ്. ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ വളരെ കുറച്ച് സമയമാണ് ഇനി ഉള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം തൊട്ട് പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഡിഗ്രി മെയിൻസ്, എക്സൈസ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ജയിലറും ഒക്കെ സെപ്റ്റംബർ മാസമുണ്ട്. ഒക്ടോബറിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുള്ളത്, SBCID പരീക്ഷയുള്ളത് അല്ലേ. ഇതൊക്കെ വരുന്നത് ഒക്ടോബറിലാണ്. പിന്നീട് നവംബറിലേക്കായിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള പോസ്റ്റുകൾ വരിക. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സമയം ഇനി വളരെ കുറവാണ്. ആ സമയം കൃത്യമായി വിനിയോഗിച്ചാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച്, അസ്ത്ര ബാച്ച് ഓഗസ്റ്റ് 12, അതായത് നാളെ വൈകുന്നേരം ഓറിയന്റേഷൻ സെഷനോടുകൂടി ആരംഭിക്കുകയാണ്. ഒരു അടിപൊളി ബാച്ചാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ ചെയ്തതുപോലെ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ബാച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് എല്ലാ സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹിസ്റ്ററി എടുക്കുന്നത് അല്ലിജ സാറാണ്, ജോഗ്രഫി അമൽ സാറാണ്, എക്കണോമിക്സ് ഞാനും പ്രവീൺ സാറും കൂടി ചേർന്ന് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ചന്ദ്രബാബു സാറാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറാണ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ പ്രജീഷ് സാറാണ് ക്ലാസ്സുകൾ എടുക്കുക. മാത്സിലേക്ക് വരുമ്പോൾ വിജയ് സാറും അരൂപ് സാറും ഒക്കെ ചേർന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ദെൻ മലയാളം ആണെങ്കിൽ ഷിബു സാറും ആതിര മിസ്സും ചേർന്ന് മലയാളം എടുക്കുന്നുണ്ട്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അവിടെ പല സാറുമാരുണ്ട്. അതായത് അരുൺ ഗോപി സാറുണ്ട്, ആതിര മിസ് ഉണ്ട്, അതേപോലെയുള്ള സാറുമാർ അവിടെ എടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അവിടെ ബയോളജി എടുക്കുന്നത് പത്മ മിസ് ബയോളജി ഉണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ അമൽ AJ സാർ ഫിസിക്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ പ്രോമിനന്റ് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾ ക്ലാസ്സുകൾ തരിക. അപ്പൊ നിങ്ങളുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, അതുകൂടാതെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ, റിവിഷൻ സീരീസുകൾ, ദെൻ ടെസ്റ്റ് പാക്ക്, എക്സാമിനേഷന് വേണ്ടിയുള്ള ടെസ്റ്റ് പാക്ക് ഇതിനോട് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ കിട്ടും. ദെൻ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് കോളുകൾ ഇവിടുന്ന് വരും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തും. ഒരു മോട്ടിവേഷൻ സെഷൻ എല്ലാ ആഴ്ചയിലും ഉണ്ടാകും. അങ്ങനെ ഒരു ചിട്ടയോട് കൂടിയിട്ട് ഒരു പഠന സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോടാം. അസ്ത്ര ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് തരിക. ഇതൊരു ഇൻട്രൊഡക്ടറി ഓഫർ ആണ്. ഈ ഓഫർ മാറും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കൊള്ളുക.
കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SBCIDയും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി SBCID ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനും സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. അപ്പൊ ബാച്ചുകളെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബാച്ചുകളെ പറ്റി അറിയുന്നതിന് 8281223366 ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടാ. ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്തോ. 8281223366 പറയുന്ന നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. then അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഫസ്റ്റ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒരു ഗൂഗിൾ ഫോം ഇട്ടിരിക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. ഇനി അതുമല്ല എങ്കിൽ മക്കളെ നേരിട്ട് ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും. നിങ്ങൾക്ക് ഈ ഓഫർ ഒക്കെ അവിടെ എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ബാച്ചിൽ അഡ്മിഷൻ എടുത്തോ. നാളെ ബാച്ച് ആരംഭിക്കുകയാണ്. ആദ്യം തൊട്ട് തന്നെ ബാച്ചിനോട് ചേർന്ന് നിന്ന് പഠിച്ചു പോക്കോടാ. റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും. നമുക്ക് ക്ലാസ്സിൽ കാണാം.